രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നാണ് മറുനാടൻ ഷാജൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് 7 മണ്ഡലങ്ങളിൽ 6 കോൺഗ്രസ്സാണ് മുന്നിട്ട് നിന്നെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, 4 കോൺഗ്രസും 4 BJP എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ വാദങ്ങൾ തീർത്തും അസംബന്ധമാണ്. ഷാജൻ നമ്മുടെ സുഹൃത്താണ്, പക്ഷേ സ്നേഹത്തോടെ ഷാജനോട് പറയാണ്, ഷാജൻ ഇത് പറഞ്ഞത് തെറ്റാണ്, ഷാജൻ അത് തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷിബിലി, ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഒരേ ഒരു പോയിന്റിൽ ഒരു ചെറിയ കാര്യം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹാദേവപുരം ഒഴികെ ബാക്കിയുള്ള എക്സെപ്റ്റ് ഓൾ ദ കോൺസ്റ്റിറ്റ്യുവൻസീസ് കോൺഗ്രസ് വോട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? അതായത് ഇതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാത്തിലും കോൺഗ്രസ് ജയിച്ചു എന്നാണ് പറഞ്ഞത്. ആ ഒരു വാക്ക് എടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷാജൻ ഈ വാചകം ഉന്നയിച്ചേക്കണം. അതായത് ഇതിൽ അസ്വാഭാവികമായിട്ടുള്ളത് എന്താണ്? അതായത് ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ട്. അതിൽ 6ലും ആര് മുന്നിട്ട് നിൽക്കുന്നു? കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. ഒരെണ്ണത്തിൽ അങ്ങനെ അല്ലാതെ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു അസ്വാഭാവികതയാണ്. അതുകൊണ്ട് അത് പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് അതായിരുന്നു എന്നാണ് ഷാജൻ പറയുന്നത്. തെറ്റാണത്. ഇതിൻ്റെ അടുത്ത വാചകത്തിൽ തന്നെ രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഈ വാചകത്തിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് നമുക്ക് തോന്നിയാലും മറ്റൊരു വാചകത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ എത്ര എണ്ണം എന്നുള്ളത് രാഹുൽ ഗാന്ധി പറയുന്നില്ല. അതാണ് ഷാജൻ പറഞ്ഞതിൽ ഒന്നാമത്തെ തെറ്റ്. 7 എണ്ണത്തിൽ 6 എണ്ണമൊന്നും രാഹുൽ ഗാന്ധി പറയുന്നില്ല. രാഹുൽ ഗാന്ധി പറയുന്നത് ഈ മഹാദേവപുര എണ്ണുന്നതിന് മുൻപ്, അതായത് ബാക്കിയുള്ള 7 എണ്ണവും കൂട്ടി 8 എണ്ണം ഉണ്ട് അവിടെ. അത് കറക്റ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 എണ്ണവും എണ്ണിക്കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ ലീഡ് എന്ന് പറയുന്നത് അവിടെ 82,000-ഓളം വരുന്ന ലീഡുണ്ടായിരുന്നു. മനസ്സിലായോ? അതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത്. അതായത് ഈ പറയുന്ന മറ്റെല്ലാം എണ്ണുന്നത് വരെ ഈ പറയുന്ന എന്തുണ്ട്, കോൺഗ്രസിന് ലീഡുണ്ട്. അതായത് 82,000 വോട്ടിൻ്റെ ലീഡുണ്ട്. അതിൽ തന്നെ ഷിബിലി അറിയേണ്ടത്, കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ചതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്ത 4 മണ്ഡലങ്ങൾ, അവിടെ സാധാരണ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. ആ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? വലിയ തോതിൽ വോട്ട് വർധന ഉണ്ടാക്കുന്നു, കോൺഗ്രസിൻ്റെ വോട്ട് കൂടുന്നു. അതേസമയം BJP ലീഡ് ചെയ്തിട്ടുള്ള 4 മണ്ഡലങ്ങളിൽ സാധാരണ ഉള്ളതിനേക്കാൾ വോട്ട് കുറയുകയും ഇവരുടെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 2019 ഈ പറയുന്ന പോലെ മഹാദേവപുരയിലുള്ള മജോറിറ്റി എന്ന് പറയുന്നത് 72,559 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമാണത്. 72,000-ഓളം വരുന്ന വോട്ടുകൾ അവിടെ ഉണ്ട്. ഇനി ഇതുപോലെ 1 ലക്ഷം വോട്ട് അവിടെ ആ സമയത്തും ചേർത്തിട്ടുണ്ടായില്ല എന്നൊക്കെ ഉള്ളത് ഇനി പരിശോധിക്കപ്പെടണം. അതവിടെ നിൽക്കട്ടെ. ആ 2014 അവിടെ ഈ പറയുന്ന BJPക്കുള്ള മജോറിറ്റി എന്ന് പറയുന്നത് 50,178 അപ്പോൾ ഇങ്ങനൊരു മജോറിറ്റി ഉണ്ടെങ്കിൽ പോലും 72,559 വോട്ടുകളുടെ മജോറിറ്റി അവിടെ കഴിഞ്ഞ തവണ 2019 കിട്ടുന്നു. പക്ഷെ ആ 2019 മഹാദേവപുരയിൽ മാത്രം ഈ 72,559 വോട്ടിൻ്റെ മജോറിറ്റി കിട്ടുമ്പോൾ, അതായത് കഴിഞ്ഞ 2014 2019 വലിയ തോതിൽ കൂടുന്നു. ഈ 2019 ശേഷം 2024 വരുമ്പോൾ മഹാദേവപുരയിലെ വോട്ടുകളുടെ വർധനവുണ്ടാകുന്നു. അതായത് 1,14,000 ഇവരുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. അങ്ങനെ 1,14,000 വർദ്ധിച്ചപ്പോഴാണ് 32,707 വോട്ടുകൾക്കാർ ജയിക്കുന്നത്, BJP ജയിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മളൊരു കാര്യം കാണണം, 2019 ഈ പറയുന്ന മറ്റ് BJP ലീഡ് ചെയ്ത മണ്ഡലങ്ങളിലുണ്ടായിട്ടുള്ള ലീഡ് മറ്റ് 4 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉണ്ടാക്കാൻ, മറ്റ് 3 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കുമ്പോഴും ഈ പറയുന്ന മഹാദേവപുര എന്ന് പറയുന്ന ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം 2014 2019 ഉണ്ടായതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു മാർജിനൽ ഗ്രോത്ത് അവിടെ ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് മാത്രമല്ലല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞത് അവിടെയുള്ള 1 ലക്ഷത്തോളം വോട്ടുകൾ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, 11,000 വോട്ടുകൾ ഇരട്ട വോട്ടുകളാണെന്നും ബാക്കി 40,000 വോട്ടുകൾ കൃത്യമായ അഡ്രസ്സ് ഇല്ലാത്തവയാണെന്നും ചിലരുടെയൊക്കെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും ABCD എന്നാണെന്നും ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ചെന്നിട്ട് ഏതാണ്ട് ഒരു 2 പേർക്ക് മാത്രം താമസിക്കാവുന്ന 20-30 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഏരിയയിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ റൂമിനകത്ത് 40ഓളം പേർക്ക് വോട്ടുകൾ കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. രഞ്ജിത്താണത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വലിയ തോതിൽ തെറ്റാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മറുനാട് ഷാജൻ പറയുകയാണ്,
7 നിയമസഭ ഉണ്ടായിരുന്നു, അത് പറഞ്ഞത് തെറ്റിപ്പോയി, 8 കറക്റ്റ്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരെണ്ണവും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, അതിൽ ബാക്കിയുള്ളതെല്ലാം ലീഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓരോന്നും ലീഡ് ചെയ്തു എന്നല്ല ഷാജൻ അർത്ഥമാക്കിയത്. അതിൽ ബാക്കിയുള്ളതെല്ലാം എണ്ണിക്കഴിയുമ്പോഴേക്കും ഏതാണ്ട് 82,000 വരുന്ന വോട്ടുകളുടെ മജോറിറ്റി ഈ പറയുന്ന കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ മഹാദേവപുരയിൽ മാത്രം 1,10,000 എന്ന് പറയുന്ന വലിയ മജോറിറ്റി വന്നപ്പോൾ അതെല്ലാം തന്നെ നിഷ്പ്രഭമായി പോയി എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് കറക്റ്റാണ്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെയല്ലോ. പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. കാരണം 1,00,000-ലധികം വരുന്ന വോട്ടുകൾ, 1,250,000 വോട്ടുകൾ അവിടെ കൃത്യമായിട്ടല്ലാതെ ചേർത്തിരുന്നു എന്ന് പറയുന്ന കാര്യത്തിന് എന്താ മറുപടി ഉള്ളത്? അതൊന്നും പരിശോധിക്കാതെ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് ഷാജൻ പറയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളം. ഷാജൻ ചിലപ്പോൾ കുറച്ച് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 40,000 ഒക്കെ കഴിഞ്ഞിട്ട് ആ വീഡിയോ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പറഞ്ഞത് ഫാക്ച്വലി വസ്തുതാപരമായി അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. മറുനാടൻ ഷാജൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ആദ്യം രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു എന്നുള്ളത്. പിന്നീട് അദ്ദേഹത്തെ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം സത്യം തിരിച്ചറിഞ്ഞതെന്നും നമ്മളിനി വാർത്ത വരുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതായാലും വെരിഫൈ ചെയ്തിട്ട് വാർത്ത കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇതും കൂടി എങ്ങനെയാണ് സാർ കാണുന്നത്? അല്ല, അതാണ് ഷാജൻ ഇതിൽ കാണിച്ചേക്കുന്ന ഒരു ബുദ്ധി എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ തന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാജൻ നിഷ്പക്ഷമായിട്ടാണ് ഇത് പറയുന്നത് എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഷാജൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബിലി, ഷാജൻ പറയുന്നത് ആദ്യം രാഹുൽ ഗാന്ധിയെ പോലൊരാൾ, അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, ഒരിക്കലും നുണ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ട് വെരിഫൈ ചെയ്യാതെ തന്നെ ഈ കണക്കുകൾ കറക്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ തന്നെ വീഡിയോ ചെയ്തു എന്നാണ്. ഷാജൻ ചെയ്ത വീഡിയോയിൽ ചിലപ്പോൾ 6 മണ്ഡലത്തിലും ഭൂരിപക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. 7 മണ്ഡലമാണെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടാവും. ഞാനന്ന് വൈകുന്നേരം ക്രൈമിൽ എടുത്തിട്ടുള്ള വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 8 മണ്ഡലമാണ്, 8 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആര് പറഞ്ഞാലും വെരിഫൈ ചെയ്തോളൂ, അത് ഷാജൻ പറഞ്ഞത് ശരിയല്ലേ. ഷാജൻ അതിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറയുമ്പോൾ, പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതൊരിക്കലും നുണയായിരിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ നേരെ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അതുപോലും തെറ്റാണ്. രാഹുൽ ഗാന്ധിക്ക് പോലും നുണ പറയാം എന്നാണ് ഷാജൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അതായത് രാഹുൽ ഗാന്ധിയെ പോലും നമ്മൾ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കരുതേ എന്ന ആളുകളോട് ഷാജൻ പറയുകയാണ് ചെയ്തത്. അത് തെറ്റാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ആകെ പറ്റിപ്പോയിട്ടുള്ള ഒരു വാചകം എന്ന് പറയുന്നത് ഈ മഹാദേവപുരം ഒഴികെയുള്ള ബാക്കിയുള്ള ഓൾ അതർ കോൺസ്റ്റിറ്റ്യുവൻസീസ് കോൺഗ്രസ് വോട്ട് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഓരോന്നിലും കോൺഗ്രസ് ലീഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വ്യാഖ്യാനിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അതിനുശേഷവും കൃത്യമായി പറയുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും എണ്ണിക്കഴിഞ്ഞപ്പോൾ 82,000-ഓളം വരുന്ന വോട്ടുകളുടെ നേട്ടം അല്ലെങ്കിൽ ലീഡ് ഈ പറയുന്ന കോൺഗ്രസിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കിയത് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. കൂടാതെ സ്ലൈഡിലും അത് കാണിക്കുന്നുണ്ട്. അതിൽ മഹാദേവപുര എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഷാജൻ പറയുന്ന പോലെ 2008 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവിടെ ജയിച്ചിട്ടുള്ളത് മുഴുവൻ BJP ആണ്. അതിലൊന്നും യാതൊരു തർക്കവും ആർക്കും ഇല്ല. കഴിഞ്ഞ തവണ പോലും ഏതാണ്ട് 40,000 ചില്ലാൻ വോട്ടാണ്, 50,000 താഴെ വോട്ടാണ് ഈ പറയുന്ന അവിടെ ജയിച്ചയാൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിലും ഒരു പരിധി വ്യത്യാസമില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് മറ്റ് 8 കോൺസ്റ്റിറ്റ്യുവൻസികൾ, നമ്പർ ഒന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല, അതിൽ 7 കോൺസ്റ്റിറ്റ്യുവൻസികളും എണ്ണിത്തീർന്നപ്പോൾ 80,000-ലധികം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ മഹാദേവപുരം കൂടി എണ്ണിത്തീർന്നപ്പോഴാണ് ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നത്, അത് ബൈപ്പാസ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം മാറി പറഞ്ഞത്. അതുകൊണ്ട് മഹാദേവപുരം എടുത്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ മഹാദേവപുരയിലെ 6 ലക്ഷത്തോളം വരുന്ന വോട്ടുകളിൽ 1,250,000 വോട്ടുകൾ കള്ള വോട്ടുകളാണ് എന്നുള്ളതാണ് ഷാജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും, നരേന്ദ്രമോദിയെ വിടാം, ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത്, നരേന്ദ്രമോദിയും കൂടി പറയേണ്ടത് അത് അന്വേഷിക്കപ്പെടണമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJPയും അടിയന്തരമായി ആവശ്യപ്പെടേണ്ടത്. കാരണം വളരെ ക്ലീൻ സ്ലേറ്റിലുള്ള ഒരു ജയം ഞങ്ങൾക്ക് മതി. അത് ഞങ്ങൾ കഴിഞ്ഞ തവണ അവിടെ 72,559 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട്. അതിന് മുമ്പത്തെ തവണ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50,178 ഭൂരിപക്ഷമുണ്ട്. ഈ ലോക്സഭയിലെ ഭൂരിപക്ഷം മാത്രം ഞാൻ മഹാദേവപുരയിൽ എടുത്തതെന്ന് വെച്ചാൽ നിയമസഭയിലേക്ക് പലപ്പോഴും അത്ര ഭൂരിപക്ഷം വന്നിട്ടില്ല.
അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന വാദങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം 1,250,000 വോട്ടുകൾ അവിടെ കള്ളത്തരത്തിൽ ചേർക്കപ്പെട്ടു എന്നുള്ളത് 6 ലക്ഷം വരുന്ന വോട്ടുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏതാണ്ട് ഒരു 15-18% വോട്ടുകൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ എത്ര കള്ള വോട്ടുകളാണ് ഒരു മണ്ഡലത്തിലെന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. അതാണ് ഇതിലെ ഏറ്റവും കോറായിട്ടുള്ള കാര്യം. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണ്, ഷാജൻ പറഞ്ഞതാണ് തെറ്റ്.